ചെറുകുന്ന് പള്ളിച്ചാലിൽ പൈപ്പ് പൊട്ടി ജപ്പാൻ കുടിവെള്ളം പാഴാകുന്നു. മഴക്കാലത്തും പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ച് കഴിയുന്ന ചെറുകുന്ന് നിവാസികൾക്ക് ഇത് ഏറെ ദുരിതം സൃഷ്ടിക്കുകയാണ്. അടിയന്തരമായി പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ടുകിടക്കുന്ന ചെറുകുന്ന് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തേണ്ട കുടിവെള്ളമാണ് പൈപ്പ് പൊട്ടി പാഴാകുന്നത്. ചെറുകുന്ന് പള്ളിച്ചാലിൽ റോഡരികിലൂടെ കടന്നുപോകുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ലിറ്റർ കണക്കിന് വെള്ളം കുത്തിയൊഴുകുകയാണ്. പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ആഴ്ചകളേറെയായി പൈപ്പിലൂടെ വെള്ളം റോഡരികിലെ ഓവുചാലിലേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട്. പൊട്ടിയ പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നതിനാൽ റോഡിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഉടൻ പരിഹാരം കാണണമെന്നും നാട്ടുകാർ പറയുന്നു. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ കുടിവെള്ളമാണ്, കുടിക്കാൻ രക്ഷയില്ലാത്ത സ്ഥലമാണ്, നല്ല ഉപ്പുള്ള സ്ഥലമാണ്. ഇത് പെട്ടെന്ന് ശരിയായി. റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ റോഡ് പൊട്ടും കുറേ കഴിയും. ഇന്നലെ വാഹനത്തിനാലും ബുദ്ധിമുട്ടായിരുന്നു. പള്ളിച്ചാലില് പൈപ്പ് പൊട്ടിയിരിക്കുക, വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് പള്ളിച്ചാലില് ശക്തിയായി വെള്ളം പോവുകയാണ്. നേരത്തെയും ഇവിടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പതിവായിരുന്നു. റോഡിലെ ടാറിംഗ് ഉൾപ്പെടെ ഇളകിയിരുന്നു. പ്രശ്നത്തിന് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.